മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് കൂട്ടവധിയെടുത്തുള്ള IAS ഉദ്യോഗസ്ഥരുടെ സമരം പിൻവലിച്ചു. സമരത്തെ ന്യായീകരിക്കാനാവില്ലെന്നും സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പരാതികൾ വിശദമായി ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി IAS അസോസിയേഷൻ അറിയിച്ചു. വിജിലൻസ് കേസുകളിൽ പ്രതിഷേധിച്ച് കൂട്ടവധിയെടുത്തുള്ള ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥരുടെ സമരം സർക്കാർ അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാവിലെ IAS അസോസിയേഷൻ ഭാരവാഹികൾ കൂടിക്കാഴ്ചയ്ക്കെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചത്. FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത്. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല. ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ വികാരം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ വികാരവും നടപടിയും രണ്ടും രണ്ടാണല്ലോ. ഭരണസിരാ കേന്ദ്രത്തിലുള്ളവർ തന്നെ സമരത്തിനിറങ്ങുന്നതിന് ന്യായീകരണമില്ല. വിഷയം ഗൗരവമായാണ് കാണുന്നതെന്നും എന്നാൽ സർക്കാരിനെ വഴിപ്പെടുത്താനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കമെങ്കിൽ നടക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിനു പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജേക്കബ് തോമസിനെതിരെയുള്ള അന്വേഷണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതായിരുന്നു. വിജിലൻസ് അന്വേഷിച്ച് ക്ലിയർ ചെയ്തൊരു കാര്യം അന്വേഷിക്കുന്നത് എങ്ങനെ, എത്രത്തോളം ധനകാര്യ വകുപ്പിന് പോകാം, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥർ അവധിയപേക്ഷ പിൻവലിച്ച ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിരട്ടിയോ വീര്യം കാട്ടേണ്ടത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ IAS ഉദ്യോഗസ്ഥൻ K. സുരേഷ് കുമാർ, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ, കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്നിവർ. അല്പസമയത്തിനകം CPM നേതാവ് AM ആരിഫ് MLA ടെലിഫോൺ ലൈനിൽ പങ്കുചേരും. മുൻമന്ത്രി ഷിബു ബേബി ജോണും ഈ ചർച്ചയിൽ പങ്കുചേരാൻ ടെലിഫോൺ ലൈനിലെത്തും. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.